ഷൈനി എന്ന വീട്ടമ്മയുടെയും രണ്ട് മക്കളുടെയും മരണം ഒരു തീരാ നോവായി കേരളം ഏറ്റെടുത്തു. ഇന്നലെ അവരുടെ സംസ്കാര ചടങ്ങിൽ ആകാശം ഇരുണ്ടില്ല, മേഘങ്ങൾ കണ്ണുനീർ വാർത്തില്ല. പ്രകൃതിക്ക് പോലും മനുഷ്യ മനസ്സുകളുടെ നിസ്സംഗതയായിരുന്നോ എന്ന് തോന്നിപ്പോകും. ക്രൂരത നിറഞ്ഞ ഈ ലോകം അവർക്ക് സമ്മാനിച്ച പീഡനത്തെക്കാളും എത്രയോ ഭേദമാണ് ഈ ആത്മഹത്യാ മരണമെന്ന് പലരും മാനുഷികമായി പറയുന്നത് കേൾക്കാമായിരുന്നു. എന്നാൽ കഠിനാധ്വാനിയായ ചങ്കുറപ്പുള്ള ഈ വീട്ടമ്മയ്ക്ക് ചില പിഴവുകൾ പറ്റിയില്ലേ എന്ന് മറ്റു ചിലരും. ആത്മഹത്യ എല്ലാത്തിനും പരിഹാരമാണോ? ഇവിടെ ഇതാ ശ്രീമതി അനു ഉലഹന്നാൻ എന്ന നേഴ്സ് FB പേജിൽ കുറിച്ച ഈ വാക്കുകൾ ഇപ്പോൾ വൈറലാവുകയാണ്. 50 നോമ്പ് പ്രമാണിച്ച് സോഷ്യൽ മീഡിയയ്ക്ക് ഉപേക്ഷിക്കാമെന്ന് കരുതിയതായിരുന്നു. പക്ഷേ ഏറ്റുമാനൂരിൽ ഉണ്ടായ ആത്മഹത്യ ഷൈനി എന്ന ചേച്ചിയും 2 ഓമന കുഞ്ഞുങ്ങളൊന്നും മനസ്സിൽ നിന്ന് പോകുന്നേയില്ല. ചില നഴ്സുമാരെങ്കിലും ഈ അവസ്ഥയിലൂടെയാണ് ഇപ്പോഴും കടന്നു പോകുന്നത്. ഞാൻ ജോർദനിൽ 3 വർഷം ജോലി ചെയ്ത് വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ പോകാൻ ഖത്തർ പ്രൊമൈറ്ററി ഒക്കെ പാസ്സായി. പക്ഷേ നിർഭാഗ്യവശാൽ ജോർദാനിൽ നഴ്സിംഗ് രജിസ്ട്രേഷൻ ഇന്ത്യൻ നഴ്സുമാർക്ക് ഇല്ലാത്തതുകൊണ്ട് ഖത്തറിൽ ജോലി ലഭിക്കാത്തതിനെ തുടർന്ന് ഞങ്ങൾ 2 പേരും ജോലി നിർത്തി നാട്ടിൽ ജീവിക്കാൻ വന്നു. 2015 കാലഘട്ടം. കുറച്ച് മാസങ്ങൾ ജോലി തേടി നടന്നു. അങ്ങനെ കോട്ടയത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജോലിയൊക്കെ കിട്ടി. മെഡിക്കൽ ചെയ്തപ്പോൾ ഗർഭിണിയാണെന്ന് റിപ്പോർട്ട് വന്നു. അവർ ജോലി തന്നില്ല. വളരെ സങ്കടത്തോടെ എങ്ങനെ ജീവിക്കുമെന്നോർത്ത് കരഞ്ഞ് നടന്നപ്പോൾ ദൈവം ഒരു മാലാഖയെ പോലെ ഒരു പരിപ്പ് വട പൊതിഞ്ഞുകൊണ്ട് വന്ന ന്യൂസ് പേപ്പർ രൂപത്തിൽ വന്നു. അതായിരുന്നു മുന്നോട്ടുള്ള ജീവിതത്തിലെ കച്ചിത്തുരുമ്പ്. റിലയൻസ് ലൈഫ് ഇൻഷുറൻസിൽ സെയിൽസ് മാനേജർ എന്ന ഒരു വേക്കൻസി. ഇൻ്റർവ്യൂ നമ്മുടെ ചങ്ങനാശ്ശേരി മധുമൂലയിൽ ഉള്ള റിലയൻസിൻ്റെ ഓഫീസിലും. വണ്ടിക്കൂലി പോലും കഷ്ടിമുഷ്ടി കയ്യിലുള്ളൂ. ഇൻ്റർവ്യൂ ചെയ്യുന്നത് കോട്ടയം ബ്രാഞ്ച് മാനേജർ ബിജു ജോസഫ് സാർ. എൻ്റെ അവസ്ഥ കണ്ട് സാർ എനിക്ക് ജോലി തന്നു. കൊച്ചി റീജിയണൽ മാനേജർ ഗണേഷ് സാറിനോടും കടപ്പെട്ടിരിക്കുന്നു ഈ വിഷയത്തിൽ. മാസം 20,000 രൂപ സാലറി. അത് സത്യം പറഞ്ഞാൽ കോപ്പറേറ്റീവ് ബാങ്കിലെ ഒരു മാസത്തെ EMI അടയ്ക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. 18,000 രൂപ ബാങ്കിൽ അടയ്ക്കും, ബാക്കി വണ്ടിക്കൂലി. അങ്ങനെ നിറവയറിലും 2 ബസ് കയറി ചങ്ങനാശ്ശേരി വരെ പോകണം. അന്ന് വഴി പണി നടക്കുക, വീതി കൂട്ടുക. വഴിക്കൊക്കെ ബസ്സിൽ ആരെങ്കിലും ഒക്കെ സീറ്റ് തരും. ഓഫ് റോഡ് ജീപ്പ് റേസൊക്കെ കണ്ടിട്ടുണ്ട് അതുപോലെ. പക്ഷേ എൻ്റെ ഹൃദയം അറിയുന്ന എൻ്റെ തമ്പുരാനെ പെറ്റ പരിശുദ്ധ അമ്മ എന്നെ കാത്ത് പരിപാലിച്ചു. എൻ്റെ ഐറിൻ മോളും എന്നെ ഒരു കേടുപാടും കൂടാതെ ദൈവകാര്യങ്ങളിൽ കാത്ത് പരിപാലിച്ചു. ഞാൻ അത്യാവശ്യം മന്ത്ലി ടാർജറ്റൊക്കെ അച്ചീവ് ചെയ്യും. അങ്ങനെ ബിജു സാറിന് കരുണ തോന്നി. കോട്ടയം ഓഫീസിൽ വന്നാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ബസ് ചാർജ് 20 രൂപ മതി. പുതുപ്പള്ളി കോട്ടയം. ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ നിന്ന് ശാസ്ത്രി റോഡ് വരെ നടക്കും. കറക്റ്റ് 20 രൂപയേ ഉള്ളൂ കയ്യിൽ. ഭർത്താവിന് കോട്ടയത്തെ ഒരു ഹോട്ടലിൽ ജോലി. അവിടുത്തെ സാലറി പിതാവിൻ്റെ മരുന്നിനും വീട്ടുചെലവിന് പോലും കഷ്ടിത്തികയില്ല. അങ്ങനെ 6 മാസം കൊണ്ട് 1.5 ലക്ഷം പോളിസി ചെയ്തു. എല്ലാം നല്ലവരായ കൂട്ടുകാരും ഏതാനും ചില ബന്ധുക്കളും ഉള്ളതുകൊണ്ട്. അങ്ങനെ 1.5-2 വർഷം അവിടെ നിന്ന് കഴിഞ്ഞു. ഞാൻ എൻ്റെ നഴ്സിംഗ് ജോലിക്ക് വീണ്ടും കയറി. അപ്പോഴേക്കും ബാങ്കിലെ കടമൊക്കെ ഇരട്ടിയായി. കൊച്ചി ആസ്ത്രയിൽ വീണ്ടും ഞാൻ ജോലിക്ക് കയറി. ഒരു 6 മാസമായപ്പോൾ വീട്ടുകാരിൽ നിന്നും നാട്ടുകാർ, ബന്ധുക്കൾ, ഇവരിൽ നിന്നൊക്കെ ഒളിഞ്ഞും പാത്തുമുള്ള കുറ്റപ്പെടുത്തൽ, ഒറ്റപ്പെടുത്തലുമൊക്കെ പരമാവധിയും അതിലപ്പുറം സഹിച്ചു. ഇങ്ങനെ ഇരിക്കുകയാണ് അതാ ഇൻ്റർവ്യൂ കോൾ വരുന്നു സൗദി അറേബ്യയിൽ നിന്നും. ഇൻ്റർവ്യൂവിന് പോകാനുള്ള 25,000 രൂപ ഫ്ലൈറ്റ് ടിക്കറ്റ് ആൻഡ് സ്റ്റേ മണി നിന്ന് സഹായിച്ച എൻ്റെ ഷിജ ചേച്ചിയും റെയ്മോൻ ചേട്ടനും എൻ്റെ ദൈവം തന്ന നല്ല സുഹൃത്താണ് എൻ്റെ ഷിജ ചേച്ചി. അങ്ങനെ ഡൽഹിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. MOHൽ തന്ന ആ ജോലി എൻ്റെ കുടുംബം, എൻ്റെ ഭർത്താവിൻ്റെ കുടുംബമൊക്കെ ആത്മഹത്യയിൽ നിന്ന് കരകയറാനുള്ള ഒരു വലിയൊരു ആശ്വാസമായി. 110 ഉണ്ടായിരുന്ന ബാച്ചായിരുന്ന അതിലൊരു GNA നേഴ്സ് ഞാൻ മാത്രം. എൻ്റെ ദൈവം എത്ര വലിയവനാണ്. 2 വീട്ടിലും എല്ലാ കടങ്ങളും കൂടെ 28 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ഓവർ ടൈം ചെയ്തും ചിലവുകൾ ചുരുക്കിയും ഒരു നല്ല ഡ്രസ് പോലും മേടിക്കാതെ കടങ്ങളിൽ നിന്നും മുക്തി നേടി. ഇന്ന് ഞാനും എൻ്റെ ഭർത്താവും കുഞ്ഞുങ്ങളും ആയി സ്വന്തമായി വീടും ഒക്കെ മേടിച്ച് ഇവിടെ UK-യിൽ കുടുംബമായി ജീവിക്കുന്നു. എല്ലാം നേടിത്തന്ന ദൈവത്തിന് നന്ദി മാത്രം. ധൈര്യം തന്ന് കൂടെ നിന്ന എൻ്റെ പരിശുദ്ധ ദൈവമാതാവ്, ഞാൻ ചങ്കു പൊട്ടി വിളിച്ച കൂടെ വരുന്ന എൻ്റെ മണർക്കാട് പള്ളിയിലെ എൻ്റെ അമ്മ. പ്രിയമുള്ളവരെ, ഇതൊക്കെ എഴുതിയത് ആർക്കെങ്കിലും ഒരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് കരുതിയാണ്. എന്നെ കാണുന്നവർക്കൊന്നും ഇതൊന്നും ചിലപ്പോൾ വിശ്വസിക്കുവാൻ പാടായിരിക്കും. പക്ഷേ എന്നെ അടുത്തറിയാവുന്ന എൻ്റെ ഏതാനും ചില സുഹൃത്തുക്കൾക്കറിയാം. എന്ത് ജോലിയും ചെയ്യാനുള്ള മനസ്സും ദൈവാശ്രവും മതി. ആരൊക്കെ കൈവിട്ടാലും ഉപേക്ഷിച്ചാലും ജീവിച്ചു കാണിക്കാൻ. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കട്ടെ.
പ്രിയപ്പെട്ടവരെ, ഇതുകൂടാതെ ഇവരുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രമുഖ ഓൺലൈൻ ക്രിസ്ത്യൻ മാധ്യമമായ പ്രവാചക ശബ്ദത്തിൻ്റെ എഡിറ്റോറിയൽ ഭാഗം പ്രതികരിച്ചത് എല്ലാവരും വായിക്കണം. കേരളത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ആത്മഹത്യ സമൂഹ മനസാക്ഷിയെ ഏറ്റവും വേദനിപ്പിക്കുന്നു. ഈ വ്യക്തികളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതിൽ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുകയും രാജ്യത്തിൻ്റെ നിയമമനുസരിച്ച് ശിക്ഷിക്കുകയും ചെയ്യണം. ഭാവിയിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അതൊരു മുൻകരുതൽ കൂടിയായിരിക്കും. എന്നാൽ ഈ സംഭവത്തിലെ വൈകാരികതയെ ചൂഷണം ചെയ്തുകൊണ്ട് കത്തോലിക്ക സഭയെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിക്കുകയും ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുകയും ചെയ്യുന്ന രീതിയിൽ പ്രചരണങ്ങൾ നടക്കുകയും ചെയ്യുമ്പോൾ നാം തിരിച്ചറിയേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റുകളെല്ലാം തന്നെ ഈ ആത്മഹത്യയുടെ പിന്നിലെ വ്യക്തികളെന്ന് കരുതുന്നവരെ പരസ്യ വിചാരണ ചെയ്യുന്നവയായിരുന്നു. ഇവയിൽ ചില പോസ്റ്റുകളൊക്കെ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായാൽ ആത്മഹത്യ ചെയ്യാതെ മറ്റു മാർഗമില്ല എന്ന തെറ്റായ സന്ദേശം നൽകുന്നു. എന്നാൽ ആത്മഹത്യ എന്നത് കൊല്ലരുത് എന്ന 5-ാം പ്രമാണത്തിന് എതിരായിട്ടുള്ള തെറ്റാണ് എന്ന കാര്യം നാം തിരിച്ചറിയണം. തനിക്ക് ജീവൻ നൽകിയ ദൈവത്തോട് ഓരോരുത്തരും അതിന് ഉത്തരവാദിയാണ്. അവിടെ നിന്നാണ് ജീവന്റെ പരമാധികാരി. അവിടുത്തെ മഹത്വത്തിനും നമ്മുടെ ആത്മാക്കളെ രക്ഷയ്ക്കുമായി ജീവനെ നന്ദിയോടെ സ്വീകരിച്ച് സംരക്ഷിക്കുവാൻ നാം കടപ്പെട്ടിരിക്കുന്നു. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജീവന്റെ സൂക്ഷിപ്പുകാരാണ് നാം, ഉടമസ്ഥരല്ല. അത് കൈവിടാൻ പാടില്ല. CCC 2280. അതിനാൽ നമ്മുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ജീവന്റെ മഹത്വം പ്രഘോഷിക്കുന്നവയും ഏത് സാഹചര്യത്തിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നതുമായിരിക്കണം. ദാരിദ്ര്യത്തിലൂടെയും പട്ടിണിയിലൂടെയും കടന്നുപോയ നമ്മുടെ പൂർവികർ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്ത് ജീവിച്ചതുകൊണ്ടാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായത് എന്ന യാഥാർത്ഥ്യം നാം വിസ്മരിച്ചുകൂടാ. ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ചില നിരീശ്വരവാദികളും സഭാവിരോധികളും ചിലരെ മാത്രം കുറ്റക്കാരായി ചിത്രീകരിക്കുന്നതിൽ വ്യഗ്രത കാണിക്കുകയും അവരെ വളരെ നീചമായ ഭാഷയിൽ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിക്കുകയും ചെയ്യുന്നത് കാണുവാൻ സാധിച്ചു. ഇത് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമ വ്യവസ്ഥയുടെ പരസ്യമായ ലംഘനമായി വേണം കരുതാൻ. കാരണം ഒരു ആത്മഹത്യക്ക് പിന്നിലെ കുറ്റവാളികളെ കണ്ടെത്താനും അവരെ ശിക്ഷിക്കുവാനും രാജ്യത്ത് നിയമ സംവിധാനങ്ങളുണ്ട്. എന്നാൽ ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ആരെങ്കിലും പറയുന്ന അഭിപ്രായങ്ങളോ അഭ്യൂഹങ്ങളോ കണക്കിലെടുത്ത് മറ്റുള്ളവരെ കുറ്റവാളികളായി ചിത്രീകരിക്കുന്നതും അവരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപമാനിക്കുന്നതും തികച്ചും കുറ്റകരം. അതിനാൽ ഈ വിഷയത്തിലും ജാഗ്രത പുലർത്തണം. ആധുനിക കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ അതിജീവിക്കുവാൻ ആവശ്യമായ ഒരു മാനസികാരോഗ്യം കൈവരിക്കുന്നതിൽ ആധുനിക തലമുറ പരാജയപ്പെടുന്നുവോ എന്ന തോന്നൽ ശക്തമാവുന്നു. സാമ്പത്തിക അഭിവൃദ്ധിയും ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ചയും കൈവരിച്ചിട്ടും ആധുനിക തലമുറ ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടുന്നതിൽ പരാജയപ്പെടുന്നത് നാം ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയം തന്നെ. അതിനാൽ മാറുന്ന സാഹചര്യത്തിൽ നമ്മുടെ ആധുനിക തലമുറ നേരിടുന്ന മാനസിക വെല്ലുവിളികളെ തിരിച്ചറിയുവാനും വെല്ലുവിളികളെ അതിജീവിക്കുന്ന ഒരു മാനസിക ആരോഗ്യം ബാല്യം മുതലേ കൈവരിക്കുവാനും ഉതകുന്ന തരത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ മാറേണ്ടിയിരിക്കുന്നു. കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ലോകത്തിന്റെ കാഴ്ചപ്പാടുകൾ മാറുകയാണ്. എല്ലാം വേഗത്തിൽ നേടുവാനും എല്ലാം കൈവശപ്പെടുത്തുവാനും ഉള്ള മനുഷ്യന്റെ വർദ്ധിച്ചു വരുന്ന ആഗ്രഹവും ക്ഷമിക്കുവാനും വിട്ടുകൊടുക്കുവാനും കഴിയാതെ എല്ലാറ്റിനെയും മാത്സര്യബുദ്ധിയോടെ കാണുന്ന മനോഭാവവും ഇന്ന് ധാരാളം കുടുംബങ്ങളിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നു. അതോടൊപ്പം മദ്യവും മയക്കുമരുന്നും പോലുള്ള സാമൂഹ്യ തിന്മകളും കൂടിച്ചേരുമ്പോൾ പലരുടെയും കുടുംബജീവിതം ദുരിതപൂർണമാകുന്നു. അതിനാൽ തന്നെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് യുവാക്കളെ അതിനായി ഒരുക്കണം. ജീവിതത്തിൽ 30 വർഷം ചെയ്യുന്ന ഒരു ജോലി സമ്പാദിക്കുവാനായി ഒരു വ്യക്തിക്ക് ഏകദേശം 25 വർഷത്തെ വിദ്യാഭ്യാസം ലഭിക്കുമ്പോൾ ജീവിതകാലം മുഴുവൻ മറ്റൊരാളോടൊപ്പം ജീവിച്ച് തലമുറകൾക്ക് അടിത്തറവാകേണ്ട കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ കാര്യമായ പരിശീലനം ഒന്നും നമ്മുടെ യുവാക്കൾക്ക് ലഭിക്കുന്നില്ല എന്നതും നാം ഗൗരവമായി കാണേണ്ട വിഷയം തന്നെ. കഴിഞ്ഞ 2000 വർഷത്തിൽ കത്തോലിക്ക സഭയെ പോലെ അഗതികൾക്കും പാവപ്പെട്ടവർക്കും വേണ്ടി നിലകൊണ്ട മറ്റൊരു സംവിധാനങ്ങളും ഈ ലോകത്തുണ്ടായിട്ടില്ല എന്നതിന് ചരിത്ര സാക്ഷി. കത്തോലിക്ക സഭയുടെ സ്ഥാപനങ്ങളിലൂടെ അനേകം അഗതികളും പാവപ്പെട്ടവരും ജീവിതത്തിൽ പ്രത്യാശ കണ്ടെത്തുകയും ആത്മഹത്യയുടെ വക്കിൽ നിന്ന് പോലും ജീവിതത്തിലേക്ക് മടങ്ങി വരികയും ചെയ്തത് അനേകർ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഒരു വസ്തുതയാണ്. അതിനാൽ തന്നെ ഇത്തരം സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ സഭയിൽ നിന്ന് നമ്മെ അകറ്റുന്നതിന് കാരണമായിക്കൂടാ. ജീവിതത്തിൽ ആത്മീയവും ഭൗതികവുമായ ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോഴും ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ യാതൊരു വഴിയുമില്ലെന്ന് കരുതുമ്പോഴും നമ്മെ സഹായിക്കുവാനും നമുക്ക് ഊർജം പകർന്നുകൊണ്ട് മുന്നോട്ട് നയിക്കുവാനും സഭാമാതാവ് എന്നും നമ്മോടൊപ്പമുണ്ട് എന്ന യാഥാർത്ഥ്യവും നാം വിസ്മരിച്ചുകൂടാ. ദരിദ്രനാവുകയും ദരിദ്രരോടും പുറന്തള്ളപ്പെട്ടവരോടും എന്നും അടുപ്പ് സൂക്ഷിക്കുകയും ചെയ്ത ക്രിസ്തുവിന്റെ മൗതിക ശരീരമായിരിക്കുന്നതിനാൽ കത്തോലിക്ക സഭ എല്ലാ മാനുഷിക ബലഹീനതകൾക്കിടയിലും സമൂഹത്തിലെ ഏറ്റവും അവഗണിക്കപ്പെടുന്ന അംഗങ്ങളുടെ സമഗ്ര വികസനത്തിനും എന്നും ഔത്സുക്യം പ്രകടിപ്പിച്ചു പോരുന്നു. ഇന്ന് നമ്മുടെ സാമൂഹ്യ ജീവിതം കൂടുതൽ ആഘോഷങ്ങളുടെയും ആഡംബരങ്ങളുടെയും വേദിയാവുകയും അഗതികളും പാവപ്പെട്ടവരും അവഗണിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അവരോട് കരുണ കാണിക്കുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കാം.
ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ അവസരം കിട്ടുമ്പോഴൊക്കെ തീ കെടുത്താനാകും വിധം ഒരു ജലധാര തുറന്നു തരുന്നത് പോലെ നാം സന്തോഷിക്കണം എന്ന വിശുദ്ധ അഗസ്റ്റിനോസിന്റെ വാക്കുകൾ നമുക്ക് ഓർമ്മിക്കാം. അതുപോലെ നാം ജീവിതത്തിൽ സങ്കടം കൊണ്ട് ഭാരപ്പെടുകയും ദാരിദ്ര്യം കൊണ്ട് തകർക്കപ്പെടുകയും ചെയ്യുമ്പോൾ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങളുടേതാണ്, വിശുദ്ധ ലൂക്ക 6:20 എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നമുക്കൊരു സവിശേഷ സ്ഥാനമുണ്ടെന്ന് നമ്മുടെ കർത്താവായ ക്രിസ്തു നൽകിയ ഉറപ്പും നമുക്കിവിടെ ഓർമ്മിപ്പിക്കാം. സങ്കീർത്തനം 23:4 മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല, അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു.